എന്നാൽ ശൈഖുന ഈമാനിന്റെ അള്ളാഹുവിനോടുള്ളതായ അടുപ്പത്തിന്റെ ആദരവായ റസൂലുള്ളാഹിനോടുള്ള ഇഷ്കിന്റെ പ്രതീകമായിരുന്നു മഹാനായ ശൈഖുന. അങ്ങനെ ആ ശൈഖുനയുടെ കൂടെ 20 കൊല്ലക്കാലം ഞാൻ കൂടെ ഖാദിമായി നിന്നു എന്ന ഒരു പ്രത്യേകത മാത്രമേ എനിക്കുള്ളൂ. അതുകൊണ്ടാണ് ഈ മഹത്തായ സമസ്തയ്ക്ക് പ്രവർത്തിക്കാൻ സാധിച്ചതും. ചെറുപ്പം മുതൽ മദ്രസ വിദ്യാർത്ഥിയായതു മുതൽ തന്നെ ആ സമസ്തയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അങ്ങനെ സമസ്തൻ്റെ ഒരു വിനീത സേവകനാവുകയും ചെയ്തു എന്നൊരു പ്രത്യേകതയാണുള്ളത്. അതുകൊണ്ട് തന്നെ ആ സമസ്തൻ്റെ നേരെ വിമർശനങ്ങളും സമസ്തയുടെ പണ്ഡിതന്മാരെ ഇകഴ്ത്തുകയും അവരെ പരിഹസിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ ആ ശൈഖുനാന്റെ കൂടെ ജീവിച്ചു എന്നതിൻ്റെ പേരിൽ വളരെയധികം ദുഃഖവും അവരോട് അമർഷവും ഉള്ളവരാണ് ഞാൻ. നമുക്ക് എല്ലാവരോടും സ്നേഹം വേണം, ശരിയാണ്. പക്ഷേ സുന്നത്ത് ജമാഅത്തിനെതിരെ, ആ സുന്നത്ത് ജമാഅത്തിനെ പരിഹസിക്കുന്നവർ, അതിനെ ഇകഴ്ത്തി കാണുന്നവർ, അതിൻ്റെ നേരെ സമസ്തൻ്റെ നേരെ കുതിര കയറുന്നവർ, സമസ്തയെയും മറ്റും ഒരുപോലെയാണെന്ന് വിശ്വസിക്കുന്നവർ, അവരോടൊക്കെ നമുക്ക് വെറുപ്പുണ്ടാവേണ്ടത് നമ്മളുടെ ഈമാനിൻ്റെ ഭാഗമാണ്. ഒരാൾക്ക് യഥാർത്ഥമായ ഈമാനുണ്ടെങ്കിൽ അവർ അള്ളാഹുവിനെയും റസൂലിനെയും അതേപോലെ അയിമ്മത്തുകളെയും സഹാബത്തുകളെയും അതേപോലെ ഔലിയാക്കന്മാരെയും മഹാന്മാരെയൊക്കെ അവർ സ്നേഹിക്കണം, അവരോട് ഇഷ്ക് വെക്കണം. അതേ സമയത്ത് അതുപോലെ ഒരു പൂർണ്ണ ഈമാൻ നമ്മൾക്കുണ്ടാകണമെങ്കിൽ ഇസ്ലാമിൻ്റെ വിരുദ്ധ ചേരിയായ മുജാഹിദ്, മുബ്തദീങ്ങൾ, ജമാഅത്ത് തുടങ്ങിയ എന്തെല്ലാം തരത്തിലുള്ള പാർട്ടികളുണ്ടോ, ആ പാർട്ടികളെ താങ്ങും തടലുമായി അവരെ അല്ലെങ്കിൽ പേറി നടക്കുന്നവരുണ്ടോ, അവരോട് നമുക്ക് അമർഷമുണ്ടാകണം. എന്നാലേ നമ്മുടെ ഈമാൻ പൂർത്തിയാവുകയുള്ളൂ. ഈമാൻ പൂർത്തിയാണെങ്കിൽ അള്ളാഹിനെയും റസൂലിനെയും സ്നേഹിക്കണം. അതേപോലെ അള്ളാഹിൻ്റെ റസൂലിനെ കളിയാക്കുന്ന, അള്ളാഹുവിൻ്റെ റസൂലിനെ കേവലം ഒരു മനുഷ്യനായി ചിത്രീകരിക്കുന്ന, മക്കത്തെ മുഹമ്മദ് എന്നുള്ള നിലയ്ക്ക് വീക്ഷിക്കുന്ന ആരുണ്ടായാലും അവരോട് ഏറ്റവും ചുരുങ്ങിയത് നീ ഒരു മുങ്കറിനെ കണ്ടാൽ ആ മുങ്കറിനെ ഒന്നുകിൽ കൈകൊണ്ടോ, അത് നമുക്ക് ഇന്നത്തെ പറ്റാത്ത കാര്യമാണ്. അതേപോലെ ഏറ്റവും ചുരുങ്ങിയത് അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നു മനസ്സുകൊണ്ടെങ്കിലും വെറുക്കണം എന്ന്. നമുക്കത് വെറുക്കാതിരിക്കാൻ പറ്റില്ല. അതല്ലാതെ നമുക്ക് അവരോട് ഓശാന പാടാൻ നമുക്ക് പറ്റില്ല. സുന്നത്ത് ജമാഅത്തിൻ്റെ ആൾക്കാരാണെങ്കിൽ അത് പറ്റില്ല. അവരോടുള്ള ഒരു വെറുപ്പ് നമുക്കുണ്ടാകണം. അല്ലാതെ അവരോട് ചങ്ങാത്തം നടത്തി അവരുടേതായ ആശയങ്ങൾക്ക് താങ്ങും തടലുമായി അതിന് ഏതെങ്കിലും തരത്തിലുള്ള സഹായകമായി വർത്തിക്കുക എന്നത് അത് സുന്നത്ത് ജമാഅത്തിൻ്റെ സമസ്തയുടെ ആൾക്കാർക്ക് സാധിക്കാത്തതാണ്. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ എങ്കിൽ അവർ തീർച്ചയായും ഇസ്ലാമിൻ്റെ സുന്ദരമായ മാർഗത്തിലേക്ക് വരണം, സുന്നത്ത് ജമാഅത്തിലേക്ക് വരണം, സമസ്തയിലേക്ക് വരണം. നമുക്ക് ആരോടും അമർഷയില്ല, വെറുപ്പില്ല. വെറുപ്പുള്ളത് സുന്നത്ത് ജമാഅത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും സുന്നത്ത് ജമാഅത്തിനെയും റസൂലിനെയും സഹാബത്തിനെയും അവരുടെ ആലിമീങ്ങളെയൊക്കെ കളിയാക്കുന്ന ശംസുൽ ഉലമയെ പോലെ, റയീസുൽ മുഹഖിഖീനെ പോലെ മഹത്തുക്കളെ അവരൊക്കെ ഇകഴ്ത്തി കാണിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന പ്രവണത, അതിൻ്റെ പ്രസ്ഥാനമായ സമസ്തയെ ഇകഴ്ത്തി കാണിക്കുന്ന പ്രവർത്തനം, ഇവരെല്ലാം സ്ഥാപിച്ച് വളർത്തിയെടുത്ത ഈ പ്രസ്ഥാനത്തെ സമസ്തയെ അത് പരിഹസിക്കുകയും അതിനെ പരിഹസിക്കുകയും അതിനെ ഇകഴ്ത്തി കാണിക്കുകയും ചെയ്യുന്ന പ്രവണത ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊരിക്കലും നമ്മൾ പിന്തുണ കൊടുക്കാൻ പാടില്ല. ആരായിരുന്നാലും സമസ്തൻ്റെ കൂടെ നമ്മൾ ഉറച്ചു നിൽക്കണം. കാരണം അതൊക്കെ ശരീഅത്തിന് വിരുദ്ധമാണ്. ഞാൻ ദീർഘിപ്പിച്ച് പറയുന്നില്ല, സത്താറൊക്കെ ഇവിടെ സംസാരിക്കാനുള്ളത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ശരീഅത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ശരീഅത്ത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ വിശ്വാസത്തിൻ്റെ വ്യവസ്ഥിതിയാണ്, വിശ്വാസത്തിൻ്റെ പദ്ധതികളാണ്, നമ്മളുടെ സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയങ്ങളടക്കം ഇതെല്ലാത്തിനുമാണ് ശരീഅത്ത് എന്ന് പറയുന്നത്. കാരണം ശരീഅത്ത് പരിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും അതേപോലെ അത് മനസ്സിലാക്കിയ പണ്ഡിതന്മാരുടെ ഇജ്മായിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്നതാണ് ശരീഅത്ത്. ആ ശരീഅത്തിനെ നമുക്ക് വികലമാക്കാൻ പാടില്ല, അള്ളാഹു നിരോധിച്ചിട്ടുണ്ട്. അതേപോലെ നമ്മളുടെ സുന്നത്ത് ജമാഅത്ത് നമ്മുടെ ശരീഅത്താണ്. സമസ്തയോടുള്ളതായ ആദർശങ്ങൾ, സമസ്തയുടെ ആദർശങ്ങൾ നമ്മുടെ ശരീഅത്താണ്. അതേപോലെ ഇസ്ലാമിൻ്റെ ജീവിത വ്യവസ്ഥിതികൾ, അതൊക്കെ അഹ്കാമുകൾ, അതൊക്കെ ശരീഅത്താണ്. ആ ശരീഅത്ത് നമ്മളുടെ സുന്നത്ത് ജമാഅത്ത് എന്തിൽ നിന്നുണ്ടായതാണ്? പരിശുദ്ധ ഖുർആനാണ് അതിൻ്റെ അടിസ്ഥാന ഗ്രന്ഥം. അതിൻ്റെ വിശദീകരണമാണ് ഹദീസ്. അത് നമ്മൾക്ക് മനസ്സിലാക്കി തന്നവരാണ്
പിന്നെ ഉലമാക്കന്മാർ ഇജ്മാ എന്ന് പറയുന്നത്. അപ്പോ ഈ ഇജ്മാവും അതേപോലെ തന്നെ ഖിയാസും പരിശുദ്ധ ഖുർആനും ഹദീസും അടങ്ങിയതാണ് നമ്മളുടെ വിശ്വാസം. അതടങ്ങിയതാണ് സുന്നത്ത് ജമാഅത്തിന്റെ പ്രസ്ഥാനം. അതാർക്കും കൈകടത്താൻ പാടില്ല.